ടു സീ വിത്ത് എൽസ. നമ്മുടെ ജിനു സാറിനെ എല്ലാവർക്കും ഇതിന് മുന്നേ നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ കണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ട്. ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് നമ്പറൊക്കെ എടുത്തിട്ട് സാറിനെ വിളിക്കുകയും സാറിന് സർവീസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ സാറേ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് വലിയ എന്ത് കോഴ്സും ആയിക്കോട്ടെ, കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മക്കള് ജോലിക്ക് കയറുന്നില്ല, അവർക്ക് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയ ജോലിയിൽ അവർക്ക് ശോഭിക്കാൻ പറ്റുന്നില്ല, താല്പര്യമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മക്കൾ വിഷമിക്കുന്നുണ്ട്, നമ്മളും അതിലെ ജോലിയിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ ഇപ്പോഴും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കൊക്കെ എങ്ങനെ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു നല്ല സൊല്യൂഷൻ ആയിട്ടാണ് ജിനു ജെയിംസ് സാർ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. ഇപ്പൊ നമ്മൾ പൊതുവെ കാണുന്ന ഒരു പ്രശ്നമാണ്, പിള്ളേർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞും മെഡിസിൻ കഴിഞ്ഞും ഒക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആർക്കും കുറേ പേർക്കൊന്നും ജോലിയില്ല. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഞാൻ നേരിട്ട് എനിക്ക് പരിചയമുള്ള കുറേ കുട്ടികളുണ്ട്. അവർ എഞ്ചിനീയേഴ്സ് ആണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, പക്ഷെ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിസ്സാര സാലറിയിൽ. അപ്പോൾ ഇവിടെ സാറ് പറയുന്ന ഈ ഒരു സൊല്യൂഷൻ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആണോ? ഇത് ആദ്യം പറഞ്ഞ എലീസ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പേരൻസിനായിരിക്കും കൂടുതൽ കൺഫ്യൂഷൻ വരിക. പേരൻസ് മിക്കവാറും തൊട്ടടുത്ത വീട്ടിലെ കുട്ടീനെ അവരെ ഏത് കോഴ്സിന് വിട്ടോ ആ കോഴ്സിനായിരിക്കും സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു കോമ്പറ്റീഷൻ എന്ന സൈഡിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ഇതേ സെയിം എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഗൈഡ് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ ഇത് എന്തിലേക്ക് പോകണം എന്നുള്ളത്. ജനറലി പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമില്ല. ഒരു വ്യക്തിയുടെ സ്കില്ല് എന്താണോ ആ സ്കില്ലിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ വേണം ചെയ്യാൻ. ഇവിടെയാണ് DMIT എന്ന് പറയുന്ന നമ്മുടെ പുതിയ പ്രോസസ്സ് വരുന്നത്. അതായത് ഡെർമറ്റോഗ്രാഫിക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നാണ് ഇന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ ഫിംഗർ പ്രിൻറ്റിലും മാച്ചിങ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ഓരോ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ആ ഓരോ കേർവ് എല്ലാം ബ്രെയിൻ എങ്ങനെയാണോ ഫോം ചെയ്യുന്നത്, ബ്രെയിനിൻ്റെ ഓരോ പോർഷൻസ് ഫോം ചെയ്യുന്ന പോലെ തന്നെ ആ ഏജ് അനുസരിച്ചായിരിക്കും ഫോം ചെയ്യുന്നത്. അതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണോ അതായിരിക്കും. അപ്പോൾ ആ തോട്ട് പ്രോസസ്സും ആ വ്യക്തിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എല്ലാം ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു 42 പേജോളം വരുന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വെച്ചിട്ട് എങ്ങനെ ആ വ്യക്തിനെ അല്ലെങ്കിൽ ആ കുട്ടീനെ കറക്റ്റ് ഗൈഡായിട്ട് ഒരിക്കലും പരാജയപ്പെട്ടു പോകാതെ, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ആളുകൾ ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ എലിസ പറഞ്ഞ പോലെ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവർക്ക് ചെല്ലുന്നു, ജോലിക്ക് കയറുന്നു, കുറച്ച് കഴിയുമ്പോഴേക്കും അത് മടുത്തിട്ട് പോകും. എത്ര പേരെ നമ്മൾ കണ്ടിരുന്നറിയാം. ഞാനിപ്പോൾ തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ക്ലിനിക്കിൽ ഹിപ്നോസിസ് വരുമ്പോഴേക്കും ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ വരുന്നത് ഒരു പ്രൊഫഷണൽ ഗോളില്ല. ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവരുടെ സ്കില്ല് എന്താണോ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെന്നുള്ള അർത്ഥം. ആ സമയത്ത് അതിന് തിരിച്ചറിവുണ്ടാകുന്നു, ഇതെനിക്ക് ചെയ്താൽ ഇത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഫീൽഡായിരുന്നു, ഇതിൽ പോയാൽ കൊള്ളാമെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, ഏജ് ഓവർ ആയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഒരു പരിധി നമ്മുടെ പരമാവധി നമ്മുടെ യൂട്ടിലൈസ് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ DMIT ഭയങ്കര യൂസ്ഫുള്ളാണ്. അറിയാം, ക്ലിനിക്കിൽ വരുന്ന ആളുകൾക്കൊക്കെ ഇതേ എക്സ്പീരിയൻസും ഉണ്ട്. അവരത് കൺഫ്യൂസ്ഡ് ആണ്, പേരൻസ് അടക്കം. പേരൻസാണ് ഏറ്റവും കൂടുതൽ. ഒരു +2 കഴിഞ്ഞ കുട്ടികൾക്ക് അടുത്ത എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് പേരൻസിന് അറിയില്ല, ഏതിലേക്ക് അവരെ വിടണം എന്നുള്ളത്. അവന്റെ കഴിവ് കണ്ടെത്തിയാലേ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു DMIT നമുക്ക് എപ്പോൾ മുതൽ ചെയ്യാൻ പറ്റും? സാർ സജസ്റ്റ് ചെയ്യണത് എപ്പോൾ ചെയ്യണം എന്നുള്ളതാ? 10th സമയത്താണോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണോ, +1 +2 സമയത്താണോ, എപ്പോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ? DMIT 3 വയസ്സ് തൊട്ട് തുടങ്ങാമെന്നുള്ളതാണ് അവരുടെ പഠനം പറയുന്നത്. പക്ഷെ ഐഡിയലി ഞാൻ പറയുന്നത്, അതായത് 7 വയസ്സ് കഴിയുമ്പോഴേക്കും ബ്രെയിൻ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. എങ്കിലും അതിന്റെ ഒരു ആക്യുറസി നമുക്ക് കിട്ടാൻ പറ്റും. 7 വയസ്സിന് ശേഷം നമുക്ക് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും DMIT ചെയ്യാൻ പറ്റും. ചെയ്തതിൻ്റെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിരിക്കും. കാരണം ഓരോ ബ്രെയിൻ ലോബിന് ഓരോ ഫംഗ്ഷനാണ്. നമ്മുടെ തലച്ചോറിനകത്ത് ഓരോ ബ്രെയിൻ ലോബ്സ് ഉണ്ട്. ബ്രെയിൻ ലോബ്സ് തലച്ചോറിന് ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ അതിന് ഓരോന്നിനും ചിലത് ടേസ്റ്റ്, ചിലത് സ്മെല്ല് കണ്ടുപിടിക്കാൻ, ചിലത് നമ്മൾ ചിന്തിക്കാൻ, ചിലത് കണക്ക് കൂട്ടാനുള്ള കഴിവ്, ചിലർക്ക് ഈ ബോഡിയിലേക്ക് കൈനറ്റിക് എന്ന് പറയും, അപ്പോൾ ഓടാനും ചാടാനൊക്കെ ഉള്ള കഴിവ്, ചിലർക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവുള്ള ആളുകളുണ്ടാവും, ചിലർ ഈ പ്രൊഫഷണലി മാനേജ്മെൻറ്റ് സൈഡിലുള്ള ആളുകൾ. ഇതെല്ലാം ബ്രെയിനിൻ്റെ ഓരോ ഫങ്ഷൻ പോർഷനായിട്ടുണ്ട്, ഓരോ ലോബുകളായിട്ട് വരും. അപ്പോൾ ഇതിൽ ഏത് പെർസെൻറ്റേജ് ആണോ ഈ വരുന്ന ആൾക്ക് കൂടുതൽ കുറവ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ചെയ്താലേ ശരിക്കും ലൈഫിൽ എത്തുള്ളൂ. അതെ, അത് മാത്രമല്ല നമുക്ക് അതിനകത്തൊന്ന് മുഴുകി ഇഷ്ടത്തോടെ ചെയ്യണമെങ്കിൽ നമുക്ക് അത് തന്നെ വേണമല്ലോ. അതെ അല്ലേ? അപ്പം ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ സംഭവം ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ റിപ്പോർട്ട് എടുത്ത് ഇവരുടെ ഒരു പ്രൊഫൈൽ കിട്ടി, ഇത് സംഭവം കണ്ടുപിടിച്ചു. ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല, ഇതെങ്ങനെ ഗൈഡ് ചെയ്യും, ഇവിടെ എങ്ങനെ ഇതിലേക്ക് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്കില്ലുണ്ടെങ്കിൽ സ്കില്ല് നമ്മൾ കണ്ടുപിടിച്ചു, പക്ഷേ അതിനെ ബൂസ്റ്റ് ചെയ്യണ്ടേ? അവിടെയാണ് നമ്മൾ DMIT ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നത്.
രണ്ടുകൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവരുടെ സ്കില്ല് മനസ്സിലാക്കി അതിനെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം ഈ കുട്ടീനെ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം അഡ്രസ്സ് ചെയ്യും. ചെറുപ്പം മുതലുള്ള ഇഷ്യൂസ് ഉണ്ടാകാം, അമ്മയുടെ ഉദരം തൊട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. ഓൾറെഡി ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകും, ചെറുപ്പകാലം തൊട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അത് അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ അതിനെ റിലീസ് ചെയ്തിട്ട് പുതിയ ഇൻഫർമേഷൻ ഇതെന്താണോ ഏത് രീതിയിലാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിന് മാത്രം ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യും, അത് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ DMIT കറക്റ്റായിട്ട് ട്രാക്കിലേക്ക് കൊണ്ടുപോകാനും പറ്റും, ആ പ്രൊഫഷനിലേക്ക് അവർക്ക് ചെല്ലാനും പറ്റും, സക്സസ്ഫുൾ ആവും. ഫൈനാൻഷ്യൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ എല്ലാവർക്കും. ഈ നമ്മളൊരു പ്രൊഫഷനിലേക്ക് കയറിയിട്ട് ശേഷം കുറച്ച് കഴിയുമ്പോൾ നിർത്തിയിട്ട് പോരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വലിയ ബേർഡൻ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ പേരൻസ് എടുത്തു വെച്ചിട്ടുണ്ടാവുക. അതെ, എലീസയൊക്കെ പഠിച്ചുകൊണ്ടെങ്കിലും ടീച്ചേഴ്സോ അല്ലെങ്കിൽ പേരൻസ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പൊ പണ്ടിത് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് മാത്സിനോടുള്ള എന്റെ പേടിയോ മാറ്റിയേനെ. അല്ല, എൻ്റെ അനുഭവം അതാണ്. ഞാൻ ആദ്യം പഠിച്ച ഫീൽഡൊന്നും അല്ലത്. അപ്പൊ അവസാനം കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും പൈസ വേറോട് ഞാൻ ആദ്യം പഠിച്ചത് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായില്ല. പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്കതിന് അത്രയും എക്സൽ ആകാൻ പറ്റും. കാരണം സമയം വേസ്റ്റ് അല്ലേ, ഇത്രയും കാലം നമ്മൾ പോയി. അതിനുശേഷമായിരിക്കും നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഒരു അറിവ് കിട്ടി വീണ്ടും പഠിച്ചു തുടങ്ങി അതിലേക്ക് വരിക എന്ന് പറയുന്നത്. ആ കോർ സ്കില്ല് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പതുക്കെ വർക്ക് ചെയ്ത് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല, ആങ്സൈറ്റി ഉണ്ടാകുന്ന പിള്ളേരുണ്ട്. +2 കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ മേലാതെ ആങ്സൈറ്റി അടിച്ചറിയാം എത്ര പേരാണെന്നറിയാം. അവസാനം ഞാനിവിടെ നേരത്തെ ചെയ്തുകൊണ്ട സമയത്തൊക്കെ, ഞാൻ കൗൺസിലിംഗ് ചെയ്തുകൊണ്ട സമയത്തൊക്കെ കുട്ടികൾ വരും, അവർ വന്നിട്ട് എന്താ ചെയ്യേണ്ട നേരത്തിൽ ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് കൊടുക്കും. പക്ഷേ എങ്കിലും അവർ അവസാനം കറങ്ങി തിരിഞ്ഞ് ഒന്നിലും ചെന്ന് ചാരില്ല. ഏറ്റവും വേസ്റ്റ് ആയിട്ടൊരു കോളേജ് കൊണ്ട് അഡ്മിഷൻ എടുക്കും, ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞൊരു കോഴ്സിലോട്ട് ചേരുകയും ചെയ്യും. പൈസയും പോയി, അവരുടെ വർഷം പോയി, പിന്നെ ടെൻഷനും. അതെ, സാർ നേരത്തെ ചോദിച്ചതിന്റെ എന്നോട് ചോദിച്ചല്ലോ എലിസ പഠിച്ചിട്ട് എങ്ങനെ എത്തി എന്നുള്ളത്. ഞാൻ ആലോചിച്ചെടുക്കുമായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ. കാരണം ഞാൻ എങ്ങനെയൊക്കെയോ ഇതിൽ തന്നെ വന്നു. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന മേഖലയാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമാണ് അതുപോലെ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുക, അതിലൊക്കെ ഞാൻ ഭയങ്കര വിജയമാണ്. അവിടേക്കാണ് എത്തി. ഇപ്പൊ എലിസ പറഞ്ഞ പോലെ തന്നെ ഈ കോർഡിനേഷൻ സ്കില്ല്, അതായത് ഒരു മാനേജ്മെന്റ് സ്കില്ല്, ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് സ്കില്ലല്ലേ. ഇപ്പൊ എലിസയോട് പറയാണ് ഒരു എഞ്ചിനീയറിംഗ് വർക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു സംഭവം റെഡിയാക്കുക, ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരു ബാങ്കിൽ പോയിരിക്കാൻ പറയാൻ പറ്റുമോ? ഒരു നടക്കുന്ന കാര്യമല്ല അത്. ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? പേടി ആരംഭിക്കുമോ? അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ്. അപ്പോൾ ആ സ്കില്ല് എന്തായാലും അവരുടെ ബ്രെയിൻ ഫങ്ഷൻ ഡെഫിനറ്റ്ലി അതുമായിട്ട് ലീഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഫോം ചെയ്യുന്നത് നമ്മളിപ്പോൾ ഏജ് റിഗ്രഷൻ ഒക്കെ ചെയ്യുന്നതാണ്. ഹിപ്നോതെറാപ്പിയിൽ ചെയ്യുമ്പോൾ അമ്മയുടെ ഉദരം തൊട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത് പോകുന്ന കുറേ സംഭവങ്ങൾ നമ്മളിവിടെ തെറാപ്പിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇവരുടെ ബ്രെയിൻ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അത് DMIT ടെസ്റ്റ് നമുക്ക് കൃത്യം റിപ്പോർട്ട് കിട്ടും ഏതാണ് സ്കിൽ എന്നുള്ളത്. അപ്പോൾ ആ സ്കില്ലിനെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്താൽ മാത്രം മതി, കറക്റ്റ് ഗൈഡായിരിക്കും. ഇത് ബൂസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ എന്ത് കുറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. പിന്നെ അത് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകണ്ടേ. അപ്പം അങ്ങനെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ കണ്ടു. എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. അതായത് അവർ പഠിച്ചേക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നത് ബാങ്കിലാണ്. അത് എന്താ പറയാ, അവിടെ അവർ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണെന്നും അവർക്കിങ്ങനെ അവിടെ നിൽക്കാൻ സാധിക്കില്ല, അത്രക്കും ടെൻഷനാണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിന്ന് പോകാൻ പറ്റണ്ടേ നമുക്ക്, അല്ലെങ്കിൽ സന്തോഷം വേണ്ടേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെ, അത് ഇതിൽ മാത്രമല്ല, അതുപോലെ ഇഷ്ടമില്ലാതെ ടീച്ചിങ് പ്രൊഫഷനിൽ പോയേക്കുന്നവരെ എനിക്കറിയാം. അതൊരു ടീച്ചിങ് ഒരു ട്രോമയായി മാറിയിട്ടുണ്ട്. പക്ഷെ റിട്ടയർ ചെയ്തൊരു പേഴ്സൺ ആണ്, പക്ഷെ റിട്ടയർഡ് ആയി. ടീച്ചിങ് എന്നുള്ളത് അവരുടെ ഉള്ളിൽ ഒരു ട്രോമയായിട്ട് കിടക്കുകയാണ്. ഇതേപോലെ തന്നെ ഇതിനൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു പ്രോപ്പർ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡെഫിനറ്റ്ലി വർക്കൗട്ട് ചെയ്ത് മിക്ക ആളുകൾക്ക് ഇപ്പോൾ ഈ DMIT എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുള്ളൂ, എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ഇത് നേരത്തേക്ക് വലിയ അത്യാവശ്യം ഹൈഫൈ ആയിട്ടുള്ള ആളുകൾ മാത്രം ചെയ്തുകൊണ്ടൊരു സംഭവം. ഫൈനാൻഷ്യൽ ഭയങ്കരമായിട്ട് ഫണ്ട് മുടക്കേണ്ടി വരും ചെയ്യണമെങ്കിൽ ആദ്യമൊക്കെ. ഇപ്പം കോമൺലി ഇപ്പോൾ എല്ലാവർക്കും ഫീസിബിൾ ആയിട്ട് രീതി വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പം എലിസ പറഞ്ഞ പോലെ പലർക്കും പല ഫീൽഡ് വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഫീൽഡിൽ എന്താണോ അവർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കൊടുക്കാൻ ഈ DMIT ടെസ്റ്റ് കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അതിപ്പോൾ ഓരോ പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ടാവും, ഓരോ വ്യക്തികൾ ഓരോ ടൈപ്പ് ഓഫ് പേഴ്സൺ. ചിലപ്പോൾ ലേണിംഗ് സ്കിൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കേട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും. യവന്മാരെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുമോ? ഇല്ല. ചിലരുടെ ഒറ്റത്തവണ എഴുതി പഠിച്ചാൽ മതിയായിരിക്കും. ചിലരുടെ കണ്ണടച്ചിരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി, അങ്ങനെ കിട്ടുന്ന കുട്ടികളുണ്ട്. ക്ലാസ്സിലിരുന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം കിട്ടുന്ന കുട്ടികളുണ്ട്. അവരുടെ ലേണിംഗ് സ്കിൽസ് ഡിഫറെൻറ്റാണ്. അപ്പോൾ ആ ലേണിംഗ് സ്കില്ല് ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞാൽ ആ കുട്ടീനെ അങ്ങനെ പഠിക്കാൻ വിട്ടാൽ മതി. മിക്ക പേരൻസും ടെൻഷൻ അടിക്കുന്നതും ആദ്യം അടിക്കുന്നതും സംഭവം എന്ന് പറഞ്ഞത് പിള്ളേർ പഠിക്കുന്നില്ല. പരീക്ഷയുടെ സമയം ഇവന് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുന്നില്ല. ചിലർക്ക് മസിൽ മെമ്മറി ആയിരിക്കും, അതായത് ചിലപ്പോൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടായിരിക്കും അവർ പഠിക്കുന്നത്.
അപ്പോൾ ഇത് അറിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ആ കുട്ടിക്കുള്ളതെന്ന് അറിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ DMIT ടെസ്റ്റിൽ ഒരു വ്യക്തിയുടെ ഒരു കൊച്ചിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടണം. അവന് എന്ത് സ്കില്ലാണുള്ളത്, ഏത് പേഴ്സണാലിറ്റി ടൈപ്പാണ്, ഏത് പ്രൊഫഷൻ അവന് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുക. ഒരു പ്രൊഫഷൻ മാത്രമല്ല, 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഫൈനലി ഒരു കൃത്യമായൊരു ഡിസിഷനിലേക്ക് എത്താനും പറ്റും. അപ്പോൾ ഒരിക്കലും ഒരു മിസ്യൂസ്ഡ് ആവില്ല, ഒരു പ്രൊഫഷനിലേക്ക് എന്നാലും തകർന്നു പോകില്ല. കാരണം പറയാൻ ഈ കാനഡയിൽ നിന്നൊക്കെ ഒത്തിരി പേര് വിളിക്കാറുണ്ടായിരുന്നു. കാനഡ പൊതുവെ ഒരു ഡിപ്രഷൻ്റെ ഏരിയ ആണ്. പക്ഷെ അവർ അതല്ല, ഫീൽഡിൽ താല്പര്യമില്ല, വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പോന്നു, പൈസ മുടക്കി ചെന്നു, എങ്ങനെയെങ്കിലും ആ മുടക്കിയ പൈസ ഊരിക്കൊണ്ട് വരണം. പക്ഷെ ആ സമയത്ത് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ ഡിപ്രസ്ഡ് ആയി. ഇപ്പൊ അരീസ പറഞ്ഞ പോലെ ടീച്ചിങ് പ്രൊഫഷൻ ട്രോമയായി ടീച്ചിങ് പ്രൊഫഷൻ ട്രോമ എന്നോട് ഷെയർ ചെയ്ത ഒരു ഇൻസിഡന്റ് ആണത്. അവരത് ട്രോമയായിട്ട് കൊണ്ടുനടക്കാണ്, ഇപ്പൊ വിഷമമാണ്. അവർ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ വരെ അവർ പേടിക്കുകയാണ്, അത്രയും ഒരു വിഷമമാണ്. അത് ജീരിയാട്രിക് ഗ്രൂപ്പാന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ ഒരു ഏജ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്ന് ആലോചിക്കണം. അപ്പം നമ്മളിത് ഷോർട്ട് ടൈം ഉള്ളൊരു പ്ലാൻ ആയിരിക്കും. ഈ സാധാരണ നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും ജോലിയെല്ലാം കഴിഞ്ഞ് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലായിരിക്കും മിക്കവരും എന്തെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് ഇന്ന് ചാടി പോകുന്നത്. പക്ഷേ അത് ഒരു കുറച്ച് കഴിയും, ഒരു ഏജ് വന്നു കഴിയുമ്പോഴേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. നമ്മൾ ലൈഫിൽ ജനിച്ചു, വളർന്നു, ഇത്ര കാര്യങ്ങൾ ചെയ്തു, കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ലൈഫ് ഇങ്ങനെ സർവൈവ് ചെയ്തു. അത് മാറ്റാൻ പറ്റും. ഈ DMIT ടെസ്റ്റിന് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ആ ട്രാക്കിലേക്ക് പോകാൻ പറ്റും. ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ത് എത്തണം, എന്ത് പാഷനേറ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് വരെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര സിറ്റിംഗ് വേണ്ടി വരും നമുക്കിതിന്? സാധാരണ നമ്മൾ 2 സിറ്റിംഗ് ആണ് പറയുന്നത്. ഫസ്റ്റ് സിറ്റിംഗ് റിപ്പോർട്ട് എടുക്കുക, സെക്കൻഡ് സിറ്റിംഗ് കൗൺസിലിങ്ങും ഹിപ്നോതെറാപ്പിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആ ഒരു സംഭവം നമ്മൾ അതൊന്ന് നമ്മുടെ കുട്ടികൾക്കൊന്ന് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവര് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളും ഇപ്പൊ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ ഇത്രയും പേര് പഠിച്ചിങ്ങനെ ഇറങ്ങി നിൽക്കുവാണ്, എന്ത് ചെയ്യണോ എങ്ങോട്ട് പോകണോന്ന് അറിയില്ല. അപ്പൊ ആ ഒരു സംഭവം മാറി കിട്ടും അല്ലേ? അതെ, ഇത് ഞാൻ കൊടുക്കുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ ഹിപ്നോ കൗൺസിലിംഗ് തെറാപ്പീസ് കൊടുക്കുന്ന പേരൻസിനോട് കൂടിയിട്ടായിരിക്കും. പേരൻസ് അവർക്കൊരു അവബോധം ഉണ്ടാവണം. നമുക്ക് പാരന്റിങ് ആകുമ്പോൾ പേരൻസിന് ഒരു അവബോധം ഉണ്ടാവണം, എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യണം. ഈ അഡിക്ഷൻസ് പോലെ എല്ലാ ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. എല്ലാ പേരൻസിനും ഇപ്പോൾ ഇരിക്കുന്നത് തീയുടെ പുറത്തിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം പിള്ളേരെ സ്കൂളിൽ വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ കൃത്യമായിട്ട് ഒരു ഗൈഡായിട്ട് കൊണ്ടുപോകാൻ ഇതുകൊണ്ട് പറ്റും. കാരണം ഇത് മൈൻഡ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളായതുകൊണ്ട് നന്നായിട്ട് മനസ്സിനെ ഒന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവന്നാൽ വർക്കാവുന്ന ഉറപ്പുണ്ട്. കാരണം ഞാൻ തെറാപ്പി ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ DMIT ടെസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു അമേസിങ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. DMIT എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫിംഗർ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടാണ്. ഇനി ഇതിന്റെ റിപ്പോർട്ട് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് കാണണ്ടേ സാർ? നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വ്യക്തത ഉണ്ടാവും. അതെ, അപ്പൊ നമ്മളിത് ഇനി എങ്ങനെയാണ് ഈ DMIT ചെയ്യണേന്നാ കാണിക്കാൻ പോണേ. ഇവിടെയാണ് ഈ സ്കാനിങ് എന്ന് പറയുമ്പോൾ ചിലർ പേടിച്ചു പോകും. അങ്ങനെയല്ല, ഇതാണ്, ഇവിടെയാണ് ഈ ഒരു സംഭവത്തിൽ നമ്മുടെ ഫിംഗർ സ്കാൻ ആണ് അല്ലേ സാറേ? സിമ്പിൾ പ്രൊസീജിയർ ആണ്. ഇത് ഇങ്ങനെ 2-3 പൊസിഷനിൽ വെച്ച് കാണിച്ചു കൊടുത്തു. എന്റെ കൈ ആണെങ്കിൽ നമ്മൾ വെച്ചിട്ട് ഓരോ പൊസിഷൻ ഉണ്ട്, ഓരോ ലെയർ ഉണ്ട്. അപ്പോൾ ലെയർ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സിസ്റ്റം അതിനകത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു അസസ്മെന്റ് കിട്ടി. പിന്നെ നമുക്ക് റിപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ വേണ്ടി കാണിച്ചു തരാം. അന്ന് തന്നെ റിപ്പോർട്ട് കിട്ടും. അത് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം വരുന്നതുകൊണ്ട് നമുക്കൊരു ടൈം എടുക്കും. സാധനം പ്രിന്റ് ഒക്കെ ചെയ്ത് കൊടുക്കണം. അതിന്റെ ഡിലേ മാത്രമേ സെയിം ടൈം റിസൾട്ട് കിട്ടും. ആണല്ലേ? അപ്പൊ വലിയ താമസമൊന്നും ഇല്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് അധികം നാളെ നിൽക്കുകയൊന്നും വേണ്ട. എന്നാൽ നമുക്കൊരു ഡെമോ, നമുക്കൊരു സാമ്പിൾ. അപ്പൊ ഇതാണ് റിപ്പോർട്ട്. ഇത്രയും പേജസ് ഉള്ള റിപ്പോർട്ടാണ്. അപ്പൊ നമ്മൾ LRX ഇന്റർനാഷണൽ ഉണ്ട്, ഒറാക്കിൾ ഹിപ്നോസിസ്. LRX ഇന്റർനാഷണൽ ആണ് ശരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ഒറാക്കിൾ ഹിപ്നോസിസ് ചെയ്യുമ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഹിപ്നോസിസ് കൂടെ ആഡഡ് അതിനകത്ത്. നമുക്ക് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പേജ് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഓർമ്മ കിട്ടും, എങ്ങനെയാണ് ആ വ്യക്തിയുടെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയും. ബ്രെയിൻ ഫംഗ്ഷൻ ലെഫ്റ്റ് ഡൊമിനന്റ്, റൈറ്റ് ഡൊമിനന്റ്. അപ്പോൾ ആൾക്ക് ലെഫ്റ്റ് ബ്രെയിൻ ഡൊമിനന്റ് ആണ്. പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ട്, ഓരോ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഡീറ്റെയിൽ ഒരുപാട് പറയുമ്പോൾ നമുക്ക് ആൾക്കാർ ബോറടിക്കുന്നുണ്ട്, കുറേ ഉണ്ട്, പെട്ടെന്ന് മതിയുണ്ട്. ഇത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണ്. ഓരോ വ്യക്തികൾ ചിലപ്പോൾ 2 തരം പേഴ്സണാലിറ്റി ഒന്നിച്ച് കണക്ട് ചെയ്യാം. ചിലത് കണക്ട് ചെയ്യാൻ പാടില്ലാത്ത പേഴ്സണാലിറ്റി, കല്യാണം വരെ നോക്കാൻ പറ്റുന്നത് അറിയാൻ പറ്റും. അതാണ് ഗുണം. അപ്പോൾ രണ്ടുപേരും ഓരോ പേഴ്സണാലിറ്റി ടൈപ്പുകളാണ് കണക്ട് ചെയ്തതിൽ ഓക്കെയാണ്. അല്ലാത്തവർക്ക് അടി ഉണ്ടാവും. പിന്നെ ബ്രെയിൻ്റെ ഫംഗ്ഷനിങ് ഓരോ ലോബുകളുണ്ട്. അപ്പൊ ഇതിനനുസരിച്ച് ഇതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. ടോട്ടലി അറിയാൻ പറ്റും. ഞാനത് ചുരുക്കി പറയാം. അതിനകത്ത് മെയിൻ ആയിട്ട് സംഭവം എന്ന് പറയുന്നത് കുട്ടികളുടെ ലേണിംഗ് കപ്പാസിറ്റി. അയാൾ വിഷ്വൽ ലേണറാണോ, ഓഡിറ്ററി ലേണറാണോ, കിനസെറ്റിക് ലേണറാണോ എന്ന് വെച്ചാൽ കിനസെറ്റിക് ബോഡി മൂവ്മെന്റിനോട് ചിലപ്പോൾ പഠിക്കുന്നത്, ഓഡിറ്ററി കേട്ട് പഠിക്കുന്നു, വിഷ്വൽ പഠിക്കുന്ന ആളുണ്ടാവും. അപ്പോൾ ഈ 3 സ്കില്ലായിരിക്കും ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുക. ഓക്കെ,
അത് പല ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഈ ഗൈഡ് ലൈൻസിന്റെ ഇത് ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൃത്യമായിട്ട് അവർക്ക് ടാർഗറ്റ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടായിരിക്കും കുട്ടികളെ നമ്മൾ ചെയ്യുക. അതിന്റെ ഇമ്പാക്ട് ആണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് ക്വിക്ക്. പല ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ഇത്ര ഡീറ്റെയിൽ റിപ്പോർട്ടാണ്. അപ്പൊ റിപ്പോർട്ടിൽ ആ വ്യക്തിനെ കംപ്ലീറ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓൾ ദീസ് പേജ് ഇവിടം വരെയാണ് നമുക്ക് 42 പേജിന്റെ റിപ്പോർട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഏതിൽ അവിടെ നിൽക്കണം എന്നുള്ളത് ആ സ്കിൽ അനുസരിച്ചിട്ട് മ്യൂസിക്കൽ, ബോഡി, വിഷ്വൽ, അപ്പോൾ ഓരോന്നിനും ഓരോ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ്, എർത്ത് എൻവയോൺമെന്റ് ആണ് എർത്ത് എൻവയോൺമെന്റ്, ഡിസൈൻ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ, മ്യൂസിക്, ഏതിൽ വേണമെങ്കിലും അവർക്ക് റേഷ്യോ കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും ഫെയിൽ ആവില്ല. ഇതിലേക്ക് ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിപ്നോസിസ് കണക്ട് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ DMIT ടെസ്റ്റ് പ്ലസ് എൽഡ്രസ് ഇന്റർനാഷണൽ മുറാക്കിളും കൂടെ ചെയ്യുന്ന DMIT ടെസ്റ്റ്. നമ്മളിൽ പലരും ഇപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ആ പഠിച്ച പ്രൊഫഷനിൽ കടിച്ചു തൂങ്ങി കഷ്ടപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടാണ്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു സംഭവത്തിലായിരുന്നു. ഇനി വിഷമിക്കണ്ടോ, ദേ ഇവിടെ നമ്മുടെ ജിനുസാറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ DMITയുടെ റിസൾട്ട് പ്ലസ് ആ ഹിപ്നോസിസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ വിജയിക്കാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് നിങ്ങളെ കൊണ്ടു ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ മടിച്ചു നിൽക്കണ്ട. നമ്മളുടെ ഇവിടുത്തെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആണ്. നിങ്ങൾ വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, വരിക. നിങ്ങളുടെ അങ്ങോട്ട് എന്താ പറയാ, നല്ല ഉഷാറാവട്ടെ കാര്യങ്ങൾ. അപ്പോൾ ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്. ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ, മറക്കരുത്.